കല്യാണത്തിന് ക്ഷേത്രത്തിലൊക്കെ പോകാൻ തുടങ്ങുമ്പോൾ വൈഫിന് പെട്ടെന്നൊരു തലവേദന പോലെ വന്നു. അതിന് ശേഷമാണ് പിന്നെ 2-3 തവണ ഛർദ്ദിച്ചു. അപ്പോൾ മോളും ഇങ്ങനെ ആരോഗ്യവുമായിട്ട് ബന്ധപ്പെട്ട ജോലി അതിൻ്റെ പറഞ്ഞ് തലയിൽ ഒരു സ്കാൻ എടുക്കാൻ പറഞ്ഞു. പിന്നെ എല്ലാം ഓരോ ദിവസം ഇങ്ങനെ അസുഖം കുറഞ്ഞു വരുന്നതാണ് കണ്ടത്. എൻഡോവാസ്കുലർ കോയിൽ എംബോളൈസേഷൻ എന്ന് പറഞ്ഞ ഒരു ചികിത്സയാണ്. അതായത് രക്തക്കുഴലിനുള്ളിലൂടെ പോയി നമ്മുടെ തലയ്ക്കകത്തെ എൻ്റെ പേര് EK അംബുജക്ഷൻ. എൻ്റെ ഭാര്യയുടെ പേര് G സുബ. നേഴ്സിംഗ് സൂപ്രണ്ടായിട്ട് ഗവൺമെൻറ് സർവീസിൽ നിന്ന് പെൻഷൻ പറ്റിയതാണ്. ഞങ്ങൾ ഗുരുവായൂർ കല്യാണത്തിന് പോയതാണ്. ഞങ്ങൾ 1:30 അവിടെ എത്തി. 2-3 മണിക്ക് അവിടെ റെസ്റ്റ് ചെയ്തു. പിന്നെ ഞങ്ങൾ കുളിയൊക്കെ കഴിഞ്ഞിട്ട് കല്യാണത്തിന് ക്ഷേത്രത്തിലൊക്കെ പോകാൻ തുടങ്ങുമ്പോൾ വൈഫിന് പെട്ടെന്നൊരു തലവേദന പോലെ വന്നു. സാധാരണ ചിലപ്പോൾ അതിന് മുമ്പ് 2 ദിവസം ഇങ്ങനെ വന്നിട്ടുണ്ട്. കുറേ നേരം ഒരു 5 മിനിറ്റ് നേരം കട്ടിലേ കിടന്ന് കഴിയുമ്പോൾ അങ്ങ് മാറും. അന്ന് പക്ഷേ വേദന കൂടും എന്നൊന്ന് പറഞ്ഞു. അപ്പോൾ അടുത്തുള്ള ഒരു ആശുപത്രിയിലൊക്കെ അവരപ്പോൾ ലോഡ്ജിയർ വിളിച്ചു തന്നു. അവിടെ ചെന്നവർ ദൂരെ വരുന്ന യാത്രയാണല്ലോ എന്ന് ഓർത്തിട്ട് അവർ പിന്നെ പെട്ടെന്ന് ECG എടുത്തു. പിന്നെ പ്രഷർ നോക്കി, ഷുഗർ നോക്കി. അപ്പോൾ നോക്കുമ്പോൾ അതിനൊന്നും ഒരു കംപ്ലൈൻറ്റും ഇല്ല. അപ്പോൾ അവിടെ ചെന്നതിന് ശേഷമാണ് പിന്നെ 2-3 തവണ ഛർദ്ദിച്ചു. അപ്പോൾ മോളും ഇങ്ങനെ ആരോഗ്യവുമായിട്ട് ബന്ധപ്പെട്ട ജോലി അതിൻ്റെ പറഞ്ഞ് തലയിൽ ഒരു സ്കാൻ എടുക്കാൻ പറഞ്ഞു. അത് നിർബന്ധിച്ച് പറഞ്ഞതിന് ശേഷമാണ് ആ ഡോക്ടർ ഇത് എടുത്തത്. അപ്പോൾ അവർക്ക് എന്തോ ഒരു സംശയം പോലെ തോന്നി. ഇത് ന്യൂറോ ആയിട്ട് ബന്ധപ്പെട്ട എന്തോ കേസ് കെട്ടാണ്. നിങ്ങൾ ന്യൂറോ ഉള്ളിടത്ത് കൊണ്ടുപോയിക്കുക, അവിടെ ന്യൂറോ ഇല്ല എന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ ഇരുന്നുകൊണ്ട് ഞാൻ നേരത്തെ ആശുപത്രി വെച്ച് അറിയാവുന്നത് കൊണ്ട് ഞാനിവിടെയൊക്കെ ബുക്ക് ചെയ്തു. അപ്പോൾ പറഞ്ഞ് ഇന്നിടത്ത് നിൽക്കുകയാണ്, ഞങ്ങൾ ഒരു 1:30 ആയിട്ട് എടുക്കണം, കുഴപ്പമില്ലെങ്കിൽ വരാൻ പറഞ്ഞു. അപ്പോൾ വീണ്ടും ഒരു പിന്നെ സ്കാൻ എടുത്തു. അപ്പോൾ അതിനകത്തായിട്ട് മനസ്സിലായി ഒരു ചെറിയ ബ്ലീഡിങ് പ്രോബ്ലം ഉണ്ടെന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾ മരുന്ന് കൊടുക്കുന്ന ഒരു സാറുണ്ടെന്ന് പറഞ്ഞു. പേടിക്കണ്ടെന്ന് പറഞ്ഞു. ഞങ്ങളെന്ന് പറഞ്ഞാൽ ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ അതുവരെ പിന്നെ ഇതിലൊരു വെസൽസ് ഇങ്ങനെ വീങ്ങി നിൽപ്പുണ്ട്, ചിലപ്പോൾ പൊട്ടാൻ സാധ്യതയുണ്ട്, കുഴപ്പമില്ല, ഞങ്ങളത് മരുന്ന് എടുക്കുന്നു. അടുത്ത ദിവസം ഒരു ആൻജിയോഗ്രാം ചെയ്യുമെന്ന് പറഞ്ഞു. അതിലൂടെ എന്താണ് കണ്ടുപിടിക്കുന്നത്, തുടങ്ങി എന്നൊക്കെ ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പം തിങ്കളാഴ്ച ചൊവ്വാഴ്ച അതിനോട് തീരുമാനിച്ചു. ഡോക്ടർ ഉൾപ്പെടെ അവിടെ നിൽക്കുന്ന ദിവസമാണ് പെട്ടെന്നൊരു ഷോക്ക് പോലെ വന്നു. അപ്പോഴാണ് പെട്ടെന്ന് വെന്റിലേറ്റർ. അതുവരെ നല്ല വ്യക്തമായിട്ട് സംശയം. ഇതുപോലെയല്ല, വളരെ വ്യക്തമായിട്ട് ഓരോ കാര്യങ്ങളൊക്കെ ചോദിക്കണം. ചിലപ്പോൾ ഓപ്പറേഷൻ ആണെങ്കിൽ കാശ് വേണം, അതൊക്കെ ഇതിനടുത്ത് കിടപ്പുണ്ട്, നമ്മളെടുത്ത് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കണമോ ഇങ്ങനെ പറഞ്ഞ് ഞാൻ പോയി. ഡോക്ടർ ഇങ്ങനെ ഓപ്പറേഷൻ വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന അവസരത്തിലാണ് പെട്ടെന്നൊരു ഷോക്ക് പോലെ വന്നു. പിന്നെ പെട്ടെന്ന് വെന്റിലേറ്ററിലായി. ഇങ്ങനെയൊക്കെ ആയി നിങ്ങൾ എന്ന് പറയുന്നത്. പിന്നെ ഉച്ചയായപ്പോഴത്തെ പറഞ്ഞ് കുഴപ്പമില്ല, നോർമലായി എന്ന് പറഞ്ഞ് രാത്രി തന്നെ നമുക്കത് ചെയ്യാമെന്ന് പറഞ്ഞു. ഞാൻ ഡോക്ടർ ചെയ്തു. പിന്നെ എല്ലാം ഓരോ ദിവസം ഇങ്ങനെ അസുഖം കുറഞ്ഞു വരുന്നതാണ് കണ്ടത്. പിന്നെ അപ്പോൾ ഇവിടെ നല്ല സമയമാണ് ഡോക്ടർ, നല്ല ട്രീറ്റ്മെൻറ്റാണ്, നല്ല അഡ്വൈസാണ് ഡോക്ടേഴ്സാണ്. പിന്നെ സ്റ്റാഫൊക്കെ നല്ല സഹകരിക്കുന്നതാണ്. അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ വിജയം. നമ്മളെപ്പോൾ ചെന്ന് ഐശ്വര്യം വിളിച്ചെന്ന് ചോദിച്ചാൽ പലപ്പോൾ നമ്മുടെ കണ്ടീഷനൊക്കെ പറയുമായിരുന്നു. അതൊരു വലിയ അനുഗ്രഹമായിരുന്നു. നമസ്കാരം, ഞാൻ ഡോക്ടർ ജയകൃഷ്ണൻ, KM ചെറിയാൻ ഹോസ്പിറ്റലിലെ കൺസൾട്ടൻറ്റ് ഇൻ്റർവെൻഷണൽ റേഡിയോളജിസ്റ്റ്. നമ്മളിപ്പോൾ കണ്ട ഈ വീഡിയോയിൽ ഉള്ള പേഷ്യൻറ്റിന് തലയ്ക്കുള്ളിൽ ബ്ലീഡിംഗ് അതുമൂലമുണ്ടായ കഠിനമായ തലവേദനയുമായിട്ടാണ് പേഷ്യൻ്റ് ഹോസ്പിറ്റലൈസ്ഡ് ആവുന്നത്. അത് ഉണ്ടായത് അവർക്ക് തലയ്ക്കുള്ളിൽ ഒരു രക്തക്കുഴലിലുണ്ടായ ഒരു അന്യൂറിസം, അതായത് തലയ്ക്കുള്ളിലെ രക്തക്കുഴലിൽ ഒരു കുമിള പോലുള്ള ഒരു ഭാഗം ഉണ്ടാവുകയും അവിടുന്ന് പൊട്ടിയിട്ട് തലയ്ക്കുള്ളിലേക്കുള്ള ബ്ലീഡിംഗ് കൂടുതലായിട്ടുണ്ടാകുന്ന ഒരു കണ്ടീഷനാണ്. ഈ പേഷ്യൻറ്റിൻ്റെ തലയ്ക്കുള്ളിലേക്കുള്ള ബ്ലീഡിംഗ് വളരെ കൂടുതലായി വന്നതുകൊണ്ടും ആ പേഷ്യൻറ്റിന് അവരുടെ ഓവറോൾ കണ്ടീഷൻ പെട്ടെന്ന് ഡിറ്റീറിയേറ്റ് ചെയ്തിരുന്നത് കൊണ്ടും അത് നമുക്ക് വളരെയധികം നേരത്തെ തന്നെ ഈ കാര്യം ട്രീറ്റ് ചെയ്യണം. തലയ്ക്കുള്ളിലേക്കുള്ള ബ്ലീഡിംഗ് കൺട്രോൾ ചെയ്യുക എന്നുള്ളൊരു ആവശ്യമുണ്ട്. അതായത് ബ്ലീഡിംഗ് കൂടുന്നതനുസരിച്ച് തലയ്ക്കുള്ളിലെ ബാക്കി രക്തക്കുഴലുകൾക്കും ചുരുക്കം സംഭവിക്കുകയും സ്ട്രോക്ക് പോലുള്ള കോംപ്ലിക്കേഷൻസ് കൂടുതലായി ഉണ്ടായി വരാനുള്ള സാധ്യത, അതായത് ഡിലേഡ് സെറിബ്രൽ ഇസ്കീമിയ എന്നൊരു കണ്ടീഷൻ ഉണ്ടായി വരികയും ചെയ്യും. അങ്ങനെയുള്ള കോംപ്ലിക്കേഷൻസ് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടി വളരെ ഏർലി ആയിട്ട് തന്നെ ഈ അന്യൂറസിൽ നിന്നുള്ള ബ്ലീഡിംഗ് സ്റ്റോപ്പ് ചെയ്യണം. അതിനുവേണ്ടി ഈ പേഷ്യൻറ്റിൽ ചെയ്തത് എൻഡോവാസ്കുലർ കോയിൽ എംബോളൈസേഷൻ എന്ന് പറഞ്ഞ ഒരു ചികിത്സയാണ്. അതായത് രക്തക്കുഴലിനുള്ളിലൂടെ പോയി നമ്മുടെ തലയ്ക്കകത്തെ ഈ കുമിള പോലുള്ള ഭാഗത്തെ മെറ്റൽ കോയിൽസ് ഉപയോഗിച്ച് ആ ബ്ലീഡിംഗ് ഉള്ള ഏരിയാസ് പാക്ക് ചെയ്ത് അത് സ്റ്റോപ്പ് ചെയ്യുക, ബ്ലീഡിംഗ് സ്റ്റോപ്പ് ചെയ്യുക എന്നുള്ള ചികിത്സയാണ് ചെയ്തത്. തലയോട്ടിയും മുറിവുകളൊന്നും ഉണ്ടാക്കാതെ നമ്മൾ തുടയുടെ ഭാഗത്തെ രക്തക്കുഴലിനുള്ളിലൂടെ പോയാണ് ചികിത്സ ചെയ്യുന്നത്. അതുകൊണ്ട് പേഷ്യൻ്റ് ഓവറോൾ ഹോസ്പിറ്റൽ സ്റ്റേ റെഡ്യൂസ്ഡ് ആയിട്ട് വരും. പേഷ്യൻ്റെ ICU സ്റ്റേ ഡ്യൂറേഷനും കുറഞ്ഞു വരും. ഓവറോൾ പേഷ്യൻ്റ് റിക്കവർ ചെയ്ത് വളരെ നന്നായി സഹായിക്കുകയും ചെയ്യും.